ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 6-ലെ ഫ്രാക്ഷൻസിൻ്റെ ഒരു വർക്ക്ഷീറ്റ് ചെയ്യാം. ഇതിനു മുന്നേ നമ്മളൊരു വർക്ക്ഷീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. അത് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ അതൊന്ന് കാണണേ. ഇവിടെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഫൈൻഡ് ദ ഈക്വലന്റ് ഫ്രാക്ഷൻ ഓഫ് 2/7 വിത്ത് ന്യൂമറേറ്റർ 10, ഡിനോമിനേറ്റർ 56. അപ്പോൾ നമുക്ക് 2/7 ഒരു ഈക്വലന്റ് ഫ്രാക്ഷൻ കാണണം. ന്യൂമറേറ്റർ 10 ആയിട്ടുള്ളത് ആദ്യം കണ്ടുപിടിക്കാം, പിന്നെ ഡിനോമിനേറ്റർ 56 ആയിട്ടുള്ളത് നോക്കാം. 2/7 ഈക്വലന്റ് ഫ്രാക്ഷൻ ആണല്ലോ വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. 2 10 ആവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 5 ചെയ്താൽ മതി അല്ലേ? അപ്പോൾ അതേ നമ്പറുമായിട്ട് ഈ 7 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2 × 5 10 ആണ്. 7 × 5 35. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം. ഹെൻസ് 10/35 ഈസ് ദ ഈക്വലൻറ്റ് ഫ്രാക്ഷൻ ഓഫ് 2/7 വിത്ത് ന്യൂമറേറ്റർ 10. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഡിനോമിനേറ്റർ 56 ആയിട്ട് 2/7 ഒരു ഈക്വലൻറ്റ് ഫ്രാക്ഷൻ വേണം. നമുക്ക് 2/7 എഴുതാം. എന്നിട്ട് ഡിനോമിനേറ്റർ 56 കൊടുക്കാം. 7 എപ്പോഴാണ് 56 ആവുന്നത്? 7 × 8 56 ആണല്ലേ? അപ്പോൾ അതേ നമ്പറുമായിട്ട് തന്നെ നമുക്ക് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 × 8 16 ആയിരിക്കും. 7 × 8 56. അപ്പോൾ നമുക്ക് കിട്ടിയത് 16/56 ആണ്. അതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം. ഹെൻസ് 16/56 ഈസ് ദ ഈക്വലൻറ്റ് ഫ്രാക്ഷൻ ഓഫ് 2/7 വിത്ത് ന്യൂമറേറ്റർ 56. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഫൈൻഡ് ദ ഈക്വലൻറ്റ് ഫ്രാക്ഷൻ ഓഫ് 24/64 വിത്ത് ന്യൂമറേറ്റർ 6, ഡിനോമിനേറ്റർ 16. നമുക്ക് 24/64 ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ഈക്വലൻറ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം വിത്ത് ന്യൂമറേറ്റർ 6. നമ്മൾ നേരത്തെ ചെയ്ത ഐഡിയ തന്നെ നോക്കാം. നമുക്ക് 24 എപ്പോഴാണ് 6 ആവുന്നത്? നേരത്തെ നമ്മൾ ചെയ്തത് നേരെ തിരിച്ചായിരുന്നു. കാരണം ഇവിടെ നമ്മൾ 2 എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 10 കിട്ടുന്നത് എന്നാണ് നോക്കിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താ? 24 എന്തായിട്ട് ഡിവൈഡ് ചെയ്താലാണ് 6 കിട്ടുന്നതെന്ന്. 24 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താലാ 6 കിട്ടുന്നത്? 6 × 4 അല്ലേ 24. അപ്പോൾ 24നെ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതിയില്ലേ? 2-ൽ 2 1 ടൈം, 4-ൽ 2 2 ടൈംസ്, 4-ൽ 2 2 ടൈംസ്, 12-ൽ 2 6 ടൈംസ്, 2-ൽ 2 1 ടൈം. നമുക്ക് എത്രയാണ് കിട്ടിയത്? 6. ആ 6 ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 ആയിട്ട് തന്നെ 64നെ ഡിവൈഡ് ചെയ്യണം. 24 ഡിവൈഡഡ് ബൈ 4 ആണ് 6 കിട്ടിയത്. 64 ഡിവൈഡഡ് ബൈ 4 കൂടെ ചെയ്യണം നമ്മൾ. 6-ൽ 2 3 ടൈംസ്, 4-ൽ 2 2 ടൈംസ്, 4-ൽ 2 2 ടൈംസ്. അപ്പോൾ 32/2 എന്ന് കിട്ടിയിട്ടുണ്ട്. 3-ൽ 2 1 ടൈം 1 ബാലൻസ്, 12-ൽ 2 6 ടൈംസ്, 2-ൽ 2 1 ടൈം. അപ്പോൾ നമുക്കിവിടെ 16 എന്ന് കിട്ടി. നോക്കൂ, ന്യൂമറേറ്റർ 6 ആയി. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിനോമിനേറ്റർ 16 ആവണം. അതും ഇവിടെ തന്നെ കറക്റ്റ് ആയിട്ടുണ്ടല്ലോ. 6/16 വന്നപ്പോൾ ന്യൂമറേറ്റർ 6 ആണ്, ഡിനോമിനേറ്റർ 16 ആണ്. അപ്പോൾ നമുക്ക് ആ ആൻസർ തന്നെ ഇവിടെ എഴുതി കൊടുത്താൽ മതി. ചെയ്യുന്ന മെത്തേഡ് സെയിം തന്നെ ആയതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 6/16 എന്ന് എഴുതി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെഡ്യൂസ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ ടു ദെയർ സിംപ്ലസ്റ്റ് ഫോം. ആദ്യം നമുക്ക് 36/180 ചെയ്ത് നോക്കാം. സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനായിട്ട് നമുക്ക് ഇതിനെ മാക്സിമം കട്ട് ചെയ്തിട്ട് ചെറുതാക്കണം. ഇത് നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്യാം അല്ലേ? 3-ൽ 3 1 ടൈം, 6-ൽ 3 2 ടൈംസ്, 18-ൽ 3 6 ടൈംസ്. ഈ 0 കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 12/60 എന്ന് കിട്ടിയിട്ടുണ്ട്. വീണ്ടും 3 ആയിട്ട് കട്ട് ചെയ്യാം. 12-ൽ 3 4 ടൈംസ്, 6-ൽ 3 2 ടൈംസ്. ഈ 0 എഴുതാം. അപ്പോൾ നമുക്ക് 4/20 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് വീണ്ടും നമുക്ക് 4 ആയിട്ട് കട്ട് ചെയ്യാം. 4-ൽ 4 1 ടൈം, 20-ൽ 4 5 ടൈംസ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താ? 1/5. Therefore, the simplest form of 36/180 equals to 1/5. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12/40. ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ് നമുക്ക് വേണ്ടത്.
12/40 കട്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഈ രണ്ട് നമ്പേഴ്സും ഡിവിസിബിൾ ബൈ 2 ആണ്, ഡിവിസിബിൾ ബൈ 4 ആണ്. നമുക്ക് 4 ആയിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. 12-ൽ 4 3 ടൈംസ്, 40-ൽ 4 10 ടൈംസ്. അപ്പോൾ നമുക്ക് 3/10 എന്ന് കിട്ടി. ഇതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Therefore the simplest form of 12/40 equals to 3/10. ഇനി അടുത്തത് നോക്കാം. 121/22. ഈ രണ്ട് നമ്പേഴ്സിലും കോമൺ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. 2 ആയിട്ട് കട്ട് ചെയ്യാനാണെങ്കിൽ രണ്ടും ഈവൻ നമ്പേഴ്സ് ആവണം. ഇവിടെ 121 ഓഡ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ 3 ആയിട്ട് കട്ട് ചെയ്യാനാണെങ്കിൽ ഈ ഡിജിറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3യുടെ ടേബിളിൽ ഉണ്ടാവണം. പക്ഷേ ഇവിടെ 1 + 2 + 1 നോക്കുമ്പോൾ നമുക്ക് 4 ആണ് കിട്ടുന്നത്. ഇവിടെ 2 + 2 4 ആണ്. അപ്പോൾ 3യുടെ ടേബിളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ 3 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ 4 ആയിട്ട് കട്ട് ചെയ്യാനാണെങ്കിൽ രണ്ടും ഈവൻ നമ്പർ ആയിരിക്കണം. ഈ നമ്പർ ഓഡ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് അതും പറ്റില്ല. 5 ആയിട്ടാണെങ്കിൽ ലാസ്റ്റിൽ 0 അല്ലെങ്കിൽ 5 വേണം, അതും പറ്റില്ല. അങ്ങനെ നമുക്ക് 6ഉം 7ഉം 8ഉം 9ഉം 10ഉം ഒന്നും നമ്മുടെ ഡിവിസിബിലിറ്റി റൂൾ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ 11 ആയിട്ട് നോക്കുമ്പോൾ 11 ആയിട്ട് ഇത് പറ്റുന്നുണ്ട്. ഡിവിസിബിലിറ്റി റൂൾസൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ അതെല്ലാം ഒന്ന് കാണണേ. അങ്ങനെ റൂൾസൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ഈ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനിരിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും കേട്ടോ. 12-ൽ 11 1 ടൈം 1 ബാലൻസ്, 11-ൽ 11 1 ടൈം. അപ്പോൾ ഇവിടെ നമുക്ക് 11 എന്ന് കിട്ടി. പിന്നെ 22-ൽ 11 2 ടൈംസ്, 11 × 2 = 22. അപ്പോൾ നമ്മുടെ ആൻസർ 11/2 എന്നാണ്. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം നമുക്ക്? Therefore the simplest form of 121/22 equals to 11/2. എല്ലാവർക്കും മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ അസെൻഡിങ് ഓർഡർ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഫ്രാക്ഷൻസിനെല്ലാം നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ നമുക്കുള്ള ഫ്രാക്ഷൻസ് 3/4, 7/10, 8/15, 5/8. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറ്റുന്നത്? നേരെ പോയിട്ട് നമ്മുടെ ന്യൂമറേറ്ററൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊന്നും എഴുതാൻ പോവരുതാരും. നമ്മൾ എന്ത് വേണം? ഇതിലെ എല്ലാ ഫ്രാക്ഷൻസിൻ്റെയും ഡിനോമിനേറ്ററുകൾ സെയിം ആക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ 4, 10, 15, 8 ഇതിൻ്റെ എല്ലാം LCM കണ്ടുപിടിക്കണം. അതിന് നമുക്കിവിടെ എഴുതി കൊടുക്കാം 4, 10, 15 and 8. ഇതിൻ്റെ LCM കാണാനായിട്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം അതിനെ. അപ്പോൾ ഇതിൽ 4ഉം 10ഉം 8ഉം ഈവൻ നമ്പേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് 2 ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. 4-ൽ 2 2 ടൈംസ്, 10-ൽ 2 5 ടൈംസ്, 15-ൽ 2 നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 15 അങ്ങനെ തന്നെ എഴുതി നമ്മൾ. 8-ൽ 2 4 ടൈംസ്. നമുക്ക് വീണ്ടും ചെയ്യാം. 2ഉം 4ഉം ഈവൻ നമ്പേഴ്സായിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ട് 2 ആയിട്ട് ചെയ്യാം. 2-ൽ 2 1 ടൈം. ഈ 5ഉം 15ഉം നമുക്കതുപോലെ താഴോട്ട് എഴുതാം. 4-ൽ 2 2 ടൈംസ്. ഇവിടെ 5ഉം 15ഉം 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അതുകൊണ്ട് നമുക്ക് 5 എഴുതാം. ഇവിടെ ഈ 1 താഴോട്ട് വന്നു. 5-ൽ 5 1 ടൈം, 15-ൽ 5 3 ടൈംസ് ആൻഡ് ഈ 2 താഴേക്ക് എഴുതാം. ഇനിയിപ്പോൾ കോമൺ ആയിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്പേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2 × 5 × 3 × 2. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2 × 2 4, 4 × 2 8, 8 × 5 40, 40 × 3 120. ഇതാണ് ഈ നമ്പേഴ്സിൻ്റെ എല്ലാം LCM. LCM ഈക്വൽസ് ടു 120. ഇനി നമുക്ക് ഈ ഡിനോമിനേറ്റേഴ്സ് എല്ലാം 120 ആക്കി മാറ്റണം. അതിനായിട്ട് 3/4 എടുത്തു. 4 120 ആയിട്ട് മാറണമെങ്കിൽ നമുക്ക് × 30 ചെയ്താൽ മതി. അതുപോലെ ഇതിനെയും ചെയ്യണം. അപ്പോൾ നമുക്ക് 3 × 3 9, ഈ 0 എഴുതാം, /120 അത് കിട്ടി. ഇനി ഇതുപോലെ തന്നെ 7/10നെയും നോക്കാം. 10 120 ആവണമെങ്കിൽ 12 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ 7നെയും 12 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 12 × 7 84 ആണ്, /10 × 12 120.
ഇത്രയും കിട്ടിയില്ലേ. ഇനി നമുക്ക് അടുത്തതായിട്ട് 8/15 നോക്കാം. ഇതിൻ്റെയും ഡിനോമിനേറ്റർ നമുക്ക് 120 കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് 15നെയും 120 ആയിട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് 15 × 8 ചെയ്യാം. 8 × 8. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8 × 8 64/15 × 8 120. ഇനി അടുത്തതോ 5/8. 5/8 8നെ 120 ആക്കണം. അപ്പോൾ 15 × 8 120 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 8 × 15 ചെയ്യാം. ഇവിടെ അതുപോലെ × 15 തന്നെ കൊടുക്കാം. 5 × 15 75 ആൻഡ് 15 × 8 120. LCM കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആക്കിയിട്ടുണ്ട്. ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയിട്ട് കിട്ടിയ ഫ്രാക്ഷൻസ് നമുക്കൊന്ന് ഇവിടെ എഴുതി കൊടുക്കാം. 90/120, 84/120, 64/120, 75/120. നമ്മൾ ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആക്കിയല്ലോ. അപ്പോൾ ഇനി ന്യൂമറേറ്റർ ഏതാണോ ചെറുത് അത് നമുക്ക് ആദ്യം എഴുതി കൊടുക്കാം. അസെൻഡിങ് ഓർഡറിൽ എഴുതാനല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ന്യൂമറേറ്ററുകൾ നോക്കാം നമുക്ക്. ഇവിടെ 64/120 അല്ലേ ഏറ്റവും ചെറുത് കാണുന്നത്, അത് എഴുതാം. അടുത്തത് 75/120, പിന്നെ 84/120, പിന്നെ 90/120. ഇതാണ് നമ്മുടെ അസെൻഡിങ് ഓർഡറിൽ കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഈ ഫ്രാക്ഷൻസിനെ തന്നെ അസെൻഡിങ് ഓർഡറിൽ എഴുതി കൊടുക്കണം. 64/120 എന്ന് കിട്ടിയത് നമുക്ക് 8/15 ഡിനോമിനേറ്റർ 120 ആക്കിയപ്പോഴായിരുന്നു അല്ലേ. അപ്പം നമുക്ക് ഇവിടെ ഫസ്റ്റ് 8/15 എന്ന് എഴുതാം. സ്മോളർ ദാൻ 75/120 കിട്ടിയത് 5/8 ചെയ്തപ്പോഴായിരുന്നു, അതിവിടെ എഴുതാം. അടുത്തത് 84/120 ആണ്. അത് നമുക്ക് കിട്ടിയത് 7/10 ചെയ്തപ്പോഴായിരുന്നു. ഇനി 90/120 കിട്ടിയത് 3/4 ചെയ്തപ്പോഴായിരുന്നു. ഇതാണ് അസെൻഡിങ് ഓർഡർ ഓഫ് 3/4, 7/10, 8/15 ആൻഡ് 5/8. ഈ ചെയ്തത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6/13, 1/3, 3/5 ആൻഡ് 9/14. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ എല്ലാം ഡിനോമിനേറ്റേഴ്സ് നോക്കുമ്പോൾ 13, 3, 5, 14 അങ്ങനെയാണ് കിട്ടുന്നത്. ഈ നമ്പേഴ്സിൽ ഒരു നമ്പറിലും കോമൺ ഡിവിസിബിൾ ആയിട്ട് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ LCM കണ്ടുപിടിക്കാനായിട്ട് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഓരോ ഫ്രാക്ഷൻസിനെ നമുക്ക് ഡെസിമൽ ഫോമിലോട്ട് മാറ്റി നോക്കാം. അപ്പോഴും നമുക്ക് ഇതിൻ്റെ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 6/13 ചെയ്യാം. 6ൽ 13 ഇല്ല, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കൊടുക്കാം. 60ൽ 13 എത്ര തവണ ഉണ്ടെന്ന് നോക്കാം. 13 × 4 ചെയ്ത് നോക്കാം. 4 × 3 12 ആണ്. 2 ഹിയർ, 1 അപ്പ്. 1 × 4 is 4, 4 + 1 is 5, 52 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 4 × 13 is 52. സബ്ട്രാക്ഷൻ ചെയ്യാം. 0 - 8 പോസിബിൾ അല്ല, അപ്പോൾ ഇവിടെ 1 ആയി, ഇത് 5 ആയി. 10 - 2 8 ആണ്. ഒരു 0 കൂടെ കൊടുക്കാം. 8ൽ 13 എത്ര തവണ ഉണ്ടെന്ന് നോക്കാം. 13 × 4 ചെയ്തപ്പോൾ നമുക്ക് 52 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് 13 × 6 ഒക്കെ ചെയ്ത് നോക്കാം. 6 × 3 is 18, 8 here, 1 up. 1 × 6 is 6, 6 + 1 is 7, 78. അപ്പോൾ 6 × 13 is 78 എന്ന് കിട്ടി. 80 - 78 2 ആണ്. ഒരു 0 കൂടെ കൊടുക്കാം. 20ൽ എത്ര 13 ഉണ്ടെന്ന് നോക്കാം. 1 ആണ്. 1 × 13 is 13. 20 - 13 7 കിട്ടും. വീണ്ടും ഒരു 0 കൊടുക്കാം. 70ൽ എത്ര 13 ഉണ്ടെന്ന് നോക്കാം. 13 × 5 ചെക്ക് ചെയ്ത് നോക്കാം. 5 × 3 is 15, 5 here, 1 up. 1 × 5 is 5, 5 + 1 is 6. നമുക്ക് 5 ഇവിടെ എഴുതാം. 5 × 13 is 65. 70 - 65 5 ആണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ആയി കുറേ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 4 ഡെസിമൽ പ്ലേസ് ഒക്കെ ആകുമ്പോൾ ഇവിടെ നിർത്തി വെക്കാം. അപ്പോൾ 6/13 = 0.4615 എന്ന് കിട്ടി. ഇനി നമുക്കുള്ളത് 1/3 ആണ്. അപ്പോൾ 1/3 ചെയ്യാം. 1ൽ 3 ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു 0 കൊടുത്തു. 10ൽ 3 3 times. 3 × 3 9. 10 - 9 1 ആണ്. ഒരു 0 കൊടുക്കാം. 10ൽ 3 വീണ്ടും 3 times. 3 × 3 9.
10 minus 9 1. ഇതിങ്ങനെ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കുന്നു. 3 into 3 9, 10 minus 9 1. വീണ്ടും അങ്ങനെ കിട്ടി. 3 into 3 9. അങ്ങനെയായിട്ട് പോയിക്കൊണ്ടിരിക്കും അത്. അപ്പോൾ നമുക്ക് അതും ഇവിടെ എഴുതി കൊടുക്കാം. 1/3 ഈക്വൽസ് ടു 0.3333. കണ്ടിന്യൂ ആയി പോവും. ഇവിടെ അങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ, സ്റ്റോപ്പ് ആയിട്ടില്ല. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 3/5. 3 divided by 5. അപ്പോൾ 3ൽ 5 ഇല്ല, അപ്പോൾ 30 ആക്കി. ഇവിടെ ഡെസിമൽ കൊടുത്തു. 6 into 5 is 30. 30 minus 30 is 0. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3/5 ഈക്വൽസ് ടു 0.6. അത് കണ്ടിന്യൂ ആയി പോകുന്നൊന്നുമില്ല, ഇവിടെ 0 ആയിട്ട് അവസാനിച്ചിട്ടുണ്ട് അല്ലേ. 9 divided by 14. ഇവിടെ ഡെസിമൽ കൊടുക്കാം. 90ൽ എത്ര 14 ഉണ്ടെന്ന് നോക്കാം. 14 into 6 നോക്കാം. 6 4s are 24. 4 here, 2 up. 1 into 6 is 6. 6 plus 2 is 8. 84 എന്ന് കിട്ടി. അപ്പോൾ അതിവിടെ എഴുതാം. 6 into 14 is 84. 90 minus 84 is 6. വീണ്ടും നമുക്ക് ഒരു 0 കൊടുക്കാം. 60ൽ എത്ര 14 ഉണ്ടെന്ന് നോക്കാം. 14 into 4 ചെയ്ത് നോക്കാം. 4 into 4 16. 6 here, 1 up. 1 into 4 is 4. 4 plus 1 is 5. അപ്പോൾ നമുക്ക് ആ നമ്പർ ഇവിടെ എഴുതാം. 4 into 14 is 56. 60 minus 56 is 4. അപ്പോൾ നമുക്ക് 40 ആക്കാം. 40ൽ എത്ര 14 ഉണ്ടെന്ന് നോക്കാം. 14 into 3 നോക്കാം. 4 into 3 is 12. 2 here, 1 up. 1 into 3 is 3. 3 plus 1 is 4. 42 ആണ് കിട്ടുന്നത്. അത് ശരിയാവില്ല. 14 into 2 ചെയ്യാം. അപ്പോൾ നമുക്ക് 4 into 2 8. 1 into 2 2. 28 എന്ന് കിട്ടും. അത് എഴുതാം. 2 into 14 is 28. 40 minus 28 നമുക്ക് 12 എന്ന് കിട്ടും. ഒരു 0 കൊടുക്കാം. 120ൽ എത്ര 14 ഉണ്ടെന്ന് നോക്കാം. 14 into 8 ചെയ്ത് നോക്കാം. 8 into 4 32. 2 here, 3 up. 1 into 8 is 8. 8 plus 3 is 11. 112 കിട്ടി. നമുക്ക് ആ നമ്പർ എടുക്കാം. 8 into 14 is 112. വീണ്ടും നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 0 minus 2 പോസിബിൾ അല്ല. ഇവിടെ 10 ആയി, ഇത് 1 ആയി. 10 minus 2 8 ആണ്. 1 minus 1 0. 1 minus 1 0. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 9/14 ഈക്വൽസ് ടു 0.6428. അങ്ങനെ കണ്ടിന്യൂ ആവുന്നത് കൊണ്ട് നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്കിത് എഴുതേണ്ടത് അസെൻഡിങ് ഓർഡറിലാണ്. ഇതിലെ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ഏതാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. 10th പ്ലേസിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കാം. അത് 3 ആണ്. അപ്പോൾ നമുക്ക് അത് ആദ്യം എഴുതി കൊടുക്കാം. 0.3333 അങ്ങനെ കണ്ടിന്യൂ പോകുന്നുണ്ടല്ലോ. അടുത്തത് 0.4615 എഴുതാം. അടുത്തത് 0.6 ഉണ്ട്, 0.6428 ഉണ്ട്. അപ്പോൾ ഇവിടെ 0.6 കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല. ഇവിടെ 0.6 കഴിഞ്ഞിട്ട് 428 കൂടെ ഉണ്ട്. അപ്പോൾ ചെറുത് 0.6 ആയിരിക്കും. അത് എഴുതാം. അത് കഴിഞ്ഞ് 0.6428 എഴുതാം. ഇനി ഏത് ഫ്രാക്ഷൻസിനെ ഡെസിമൽ ഫോമിലാക്കിയപ്പോഴാണ് ഇത് കിട്ടിയതെന്ന് നോക്കാം. എന്നിട്ട് നമ്മുടെ ആൻസർ എഴുതി കൊടുക്കാം. അസെൻഡിങ് ഓർഡറിൽ വരുന്നത് 0.333 വന്നത് 1/3 ആയിരുന്നു. ഈസ് സ്മോളർ ദാൻ 6/13, സ്മോളർ ദാൻ 0.6. 0.6ൻ്റെത് 3/5 ആണ്. ഈസ് സ്മോളർ ദാൻ 9/14. ഇതാണ് നമ്മുടെ അസെൻഡിങ് ഓർഡർ. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഡൗട്ടൊന്നുമില്ലല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് വെദർ ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ആർ ഈക്വലന്റ്. 7/8 35/5 തന്നിട്ടുണ്ട്. ഇത് ഈക്വലന്റ് ഫ്രാക്ഷൻസ് ആണോ എന്ന് നോക്കണം. അതിനായിട്ട് നമ്മളൊരു മെത്തേഡ് പഠിക്കുന്നുണ്ട്. 7/8 35/5 ആണല്ലോ ഈക്വലന്റ് ഫ്രാക്ഷൻസ് ആണോ എന്ന് നോക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഈക്വൽ ആയിരിക്കും. 7/8 35/5 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 7 into 5 8 into 35 ആണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ LHSഉം RHSഉം ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ ഇത് ഈക്വലന്റ് ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. 7 into 5 ഈക്വൽസ് ടു 35 into 8. ഈക്വൽ ആണോ? 7 into 5 ഈക്വൽസ് ടു 30 ആണ്. 35 into 8 എത്രയാണ്?
8 into 5, 40, 0 here, 4 up, 3 into 8, 24, 24 plus 4, 28, 280. ഈക്വൽ ആണോ? അല്ലല്ലോ. അപ്പോൾ നമുക്കിത് ഈക്വലന്റ് ഫ്രാക്ഷൻ അല്ല എന്ന് എഴുതാം അല്ലേ. 7/8 and 35/5 are not equivalent fraction. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9/11, 99/111. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ നോക്കാം. 9/11 99/111 കൂടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 9 into 111 ഈക്വൽസ് ടു 11 into 99 ആണെങ്കിൽ നമുക്ക് ഇത് ഈക്വലന്റ് ഫ്രാക്ഷൻ ആണെന്ന് പറയാം. അതിനായിട്ട് നമുക്ക് 111 into 9 നോക്കാം. 1 into 9 9, 1 into 9 9, 1 into 9 9, 999. ഇനി 99 into 11 നോക്കാം. 1 into 9 9, 1 into 9 9, 1 into 9 9, 1 into 9 9, 9 9 plus 9 18, 8 here, 1 up, 1 plus 9 10. അപ്പോൾ നമുക്ക് കിട്ടിയത് 1089 ആണ്. അപ്പോൾ ഇത് ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 9/11 and 99/111 are not equivalent fractions. അടുത്തത് നോക്കാം. 2/9, 24/108. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ ചെയ്യാം. 2/9 24/108 കൂടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. 2 into 108 ഈക്വൽസ് ടു 24 into 9 ആണെങ്കിൽ ഇത് ഈക്വലന്റ് ഫ്രാക്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ 108 into 2 എത്രയാണെന്ന് നോക്കാം. 8 into 2 is 16, 6 here, 1 up, 0 into 2 is 0, 0 plus 1 is 1, 1 into 2 is 2, 216. ഇനി 24 into 9 എത്രയാണെന്ന് നോക്കാം. 4 into 9 is 36, 6 here, 3 up, 2 into 9 is 18, 18 plus 3 is 21, 216 തന്നെയാണ്. രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് എന്തെഴുതാം? 2/9 and 24/108 are equivalent fractions. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ തരുമ്പോൾ ഈക്വലന്റ് ഫ്രാക്ഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കിയിട്ട് LHSഉം RHSഉം ഈക്വൽ ആവുന്നുണ്ടോ എന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മീന ബോട്ട് 2 1/4 kilogram of vegetables and Reena bought 3 1/2 kilogram of vegetables. Find the total weight of vegetables bought by both of them. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? മീന 2 1/4 kilogram of vegetables വാങ്ങിയിട്ടുണ്ട്. റീന 3 1/2 kilogram of vegetables വാങ്ങിയിട്ടുണ്ട്. ടോട്ടൽ വെയിറ്റ് എത്രയാണ് രണ്ടുപേരും വാങ്ങിയ വെജിറ്റബിൾസിന്റെ? അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമുക്കിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. വെയിറ്റ് ഓഫ് വെജിറ്റബിൾസ് ബോട്ട് ബൈ മീന ഈക്വൽസ് ടു 2 1/4 kilogram. ഇനി അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ഓഫ് വെജിറ്റബിൾസ് ബോട്ട് ബൈ റീന equals to 3 1/2 kilograms. Total weight of vegetables equals to 2 1/4 plus 3 1/2 kilograms എന്ന് എഴുതണേ. ഇത് രണ്ടും ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ രണ്ട് മിക്സ് ഫ്രാക്ഷൻസിനെയും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. 2 1/4 plus 3 1/2 ആണല്ലോ. ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 2 into 4 8, 8 plus 1 9, 9/4 plus 3 into 2 6, 6 plus 1 is 7, 7/2. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കണം. അതിനായിട്ട് നമുക്ക് ഈ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് 9/4 plus 14/4 എന്ന് കിട്ടും. ഇനി നമുക്ക് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം. 9 plus 14 is 23, 23/4 എന്ന് കിട്ടി. ഇനി ഇതിനെ മിക്സ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം നമുക്ക്. അതിനെന്താ വേണ്ടത്? 23യെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 5 into 4 is 20, 3 ഇവിടെ റിമൈൻഡർ ആയിട്ട് വന്നു. അപ്പോൾ നമുക്കിതിനെ മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ 5 3/4 kilograms. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കേട്ടോ.
മനസ്സിലായല്ലോ എല്ലാവർക്കും? ഡൗട്ടൊന്നുമില്ലല്ലോ? അപ്പോൾ നമ്മളുടെ ഈ വർക്ക്ഷീറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കൂടുതൽ വർക്ക്ഷീറ്റുകളൊക്കെ ചെയ്യും. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ വർക്ക്ഷീറ്റ്സ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വരുന്നത്, സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ വർക്ക്ഷീറ്റ്സ് എടുത്ത് വെച്ച് അത് നിങ്ങൾ ഒറ്റയ്ക്ക് സോൾവ് ചെയ്ത് നോക്കണം. സോൾവ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഇതിൽ നോക്കി പഠിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റിൽ ഞാൻ അതുകൊണ്ടാണ് എല്ലാ ക്വസ്റ്റ്യൻസും മാത്രമായിട്ട് തന്നിട്ടുള്ളത്. അതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. നിങ്ങൾ സോൾവ് ചെയ്ത് അതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കുക. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ചെയ്തത് കറക്റ്റ് വേ ആണോ ചെയ്തത്, സ്റ്റെപ്സ് കറക്റ്റ് ആണോ എന്നെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളിങ്ങനെ കൂടുതൽ ആളുകൾ കാണുകയും അതിന് കമൻസ് പറയുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു മോട്ടിവേഷൻ വരുന്നത് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.